ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിൽ. ഒന്നാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നിയമ നടപടികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചരണത്തിനായി സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം. ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി SBI സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. കേരളം 4866 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ലേലം ഈ മാസം 26-ന്. IPL ക്രിക്കറ്റ് 17ാം പതിപ്പിന് നാളെ തുടക്കം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക പദവി ഒഴിഞ്ഞ് മഹേന്ദ്ര സിംഗ് ധോണി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ശക്തമായ നിർദ്ദേശങ്ങളും നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കി സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം പ്രചരിപ്പിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കമ്മീഷൻ നിർദ്ദേശിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും വിദ്വേഷ പ്രസംഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ജാതി മത വികാരങ്ങൾ ചൂഷണം ചെയ്യരുതെന്നും കമ്മീഷൻ പാർട്ടികളോട് നിർദ്ദേശിച്ചു. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വാട്സ്ആപ്പ് വഴി വികസിത് ഭാരത് സന്ദേശം അയക്കുന്നത് നിർത്തിവെക്കാൻ ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇവ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് അയച്ചതാണെന്നും നെറ്റ്വർക്ക് പരിമിതികൾ മൂലമാണ് സന്ദേശങ്ങൾ ലഭിക്കാൻ കാലതാമസമുണ്ടായതെന്നും മന്ത്രാലയം മറുപടി നൽകി. ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി SBI. ഇത് സംബന്ധിച്ച് SBI സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുന്നതായി ചെയർമാൻ ദിനേശ് കുമാർ ഖര അറിയിച്ചു. പൂർണ്ണമായ ബാങ്ക് അക്കൌണ്ട് നമ്പറുകളും KYC വിശദാംശങ്ങളും ഒഴികെയുള്ള എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് SBI നൽകിയ സത്യവാങ്മൂലം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വിവരങ്ങൾ നൽകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ നിയമം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ ആരൊക്കെ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരുടെ നിയമനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. പുതിയ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർക്കെതിരെ ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. DMK നേതാവും MLAയുമായ K. പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കാൻ വിസമ്മതിച്ച തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരെ സുപ്രീംകോടതിയുടെ വിമർശനം. പൊന്മുടി കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്തതാണ് കോടതി ചൂണ്ടിക്കാട്ടി. പൊന്മുടിയെ വീണ്ടും മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി നൽകിയ ശുപാർശ അംഗീകരിക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ഗവർണർക്ക് കോടതി നാളെ വരെ സമയം അനുവദിച്ചു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ സാധുത പരിശോധിക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് കീഴിൽ വസ്തുതാ പരിശോധനാ യൂണിറ്റ് രൂപീകരിക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങളിൽ 2023 വരുത്തിയ ഭേദഗതിയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ബോംബെ ഹൈക്കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെയാണ് സ്റ്റേ നിലനിൽക്കുക. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പത്രികകളാണ് സ്വീകരിച്ചു തുടങ്ങിയത്. ബീഹാറിൽ മാർച്ച് 28-നും മറ്റിടങ്ങളിൽ 27-നുമാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. 60-അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32-അംഗ സിക്കിം നിയമസഭയിലേക്കുമുള്ള നാമനിർദ്ദേശ പത്രികകളും സ്വീകരിച്ചു തുടങ്ങി. 2 സംസ്ഥാനങ്ങളിലും ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. നിരവധി പ്രമുഖരും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഏപ്രിൽ 19-ന് നടക്കുന്ന ആദ്യഘട്ടത്തിലാണ് ഉദ്ധംപൂരിൽ വോട്ടെടുപ്പ് നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിലും ഊർജിതമായി തുടരുന്നു. മണ്ഡല പര്യടനത്തിന് തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-ആണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപി. തമിഴ്നാട്ടിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള 9 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോയമ്പത്തൂരിൽ സംസ്ഥാന ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ, ചെന്നൈയിൽ മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ, നീലഗിരിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജനാധിപത്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രധാനമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും നിരോധനം ഉടൻ നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കലല്ലെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ മരവിപ്പിക്കലാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിനെതിരെ വിമർശനവുമായി ബിജെപി. കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ടാകാമെന്ന് ബിജെപി വക്താവ് സംബിത് പത്ര പറഞ്ഞു. കോടതികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മാധ്യമങ്ങളെയും കുറിച്ച് മോശമായി സംസാരിച്ചതിന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം 4866 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 26-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. ലേലം സംബന്ധിച്ച വിജ്ഞാപനത്തിനും വിശദാംശങ്ങൾക്കും ധനവകുപ്പിന്റെ വെബ്സൈറ്റ് www.finance.kerala.gov.in സന്ദർശിക്കാം. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജനെ പുറത്താക്കിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. UGC മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല ശ്രീ MK ജയരാജനെ നിയമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പുറത്താക്കിയത്. ഗവർണറുടെ പുറത്താക്കൽ നടപടിക്കെതിരെ ഡോക്ടർ MK ജയരാജും സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ MV നാരായണനെ പുറത്താക്കിയ നടപടി കേസ് പരിഗണിച്ച ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് സ്റ്റേ ചെയ്തില്ല. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടി. പ്രത്യേക ദൌത്യ സംഘം മയക്കുവെടി വെച്ചാണ് കടുവയെ പിടികൂടിയത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം കടുവയെ എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കും. ഈ മാസം 12-നാണ് കടുവയെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയത്. കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുന്നതായി വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. മദ്യനയം സംബന്ധിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന ആവശ്യം നിരാകരിച്ച് ഡൽഹി ഹൈക്കോടതി. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് അയച്ച സാഹചര്യത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി കോടതിയെ സമീപിച്ചത്. ജൂലൈ 7-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ ജൂൺ 23-ലേക്ക് മാറ്റി. പരീക്ഷാഫലം ജൂലൈ 15-ന് പ്രഖ്യാപിക്കും. സെപ്റ്റംബർ 16-നാണ് ക്ലാസുകൾ ആരംഭിക്കുക. ആഗോള സ്വീകാര്യത എന്ന ആശയം അടിസ്ഥാനമാക്കിയുള്ള ഭാഷാനെറ്റ് പോർട്ടലിന്റെ ഉദ്ഘാടനം ഇലക്ട്രോണിക്സ് ആൻഡ് IT സെക്രട്ടറി S കൃഷ്ണൻ നിർവഹിച്ചു. രാജ്യത്ത് കൂടുതൽ പൌരന്മാരെ ഡിജിറ്റൽ രംഗത്ത് എത്തിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഭാഷാനെറ്റ് എന്ന് S കൃഷ്ണൻ പറഞ്ഞു. ഹോളി ഉത്സവ സീസൺ മുൻനിർത്തി യാത്രക്കാർക്ക് സുഗമവും സുഖപ്രദവുമായ യാത്ര ഉറപ്പാക്കാൻ 540 ട്രെയിനുകൾ പ്രത്യേക സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് വോ വാൻ ടുവോങ് രാജിവെച്ചു. പ്രസിഡന്റ് പദവിയിലെത്തി 1 വർഷം പൂർത്തിയാക്കിയ ടുവോങ്ങിന്റെ രാജി വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു. ടുവോങ്ങിന്റെ പോരായ്മകൾ വിശദീകരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ അദ്ദേഹം പാർട്ടി നിയമങ്ങൾ ലംഘിച്ചുവെന്നും പ്രസ്താവനയിലൂടെ അറിയിച്ചു. വിയറ്റ്നാമിൽ 2 വർഷത്തിനിടെ രാജിവെക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് വോ വാൻ ടുവോങ്. ഡൽഹിയിലെ കബീർ നഗറിൽ 2 നില കെട്ടിടം തകർന്ന് 2 പേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടന്നതെന്ന് അഗ്നിശമന സേന അറിയിച്ചു. സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത ഈ മാസം 25 വരെ നീട്ടി. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൌദിയിലെ അബഹയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30-നാണ് മത്സരം. IPL 2020 ക്രിക്കറ്റ് 17ാം സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ചെന്നൈയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്ര സിംഗ് ധോണി ഒഴിഞ്ഞു. ഋതുരാജ് ഗെയ്ക്വാദാണ് പുതിയ ക്യാപ്റ്റൻ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിൽ. 1ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നിയമ നടപടികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചരണത്തിനായി സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം.
ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി SBI സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. കേരളം 4,866 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ലേലം ഈ മാസം 26-ന്. IPL ക്രിക്കറ്റ് 17ാം പതിപ്പിന് നാളെ തുടക്കം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക പദവി ഒഴിഞ്ഞ് മഹേന്ദ്ര സിംഗ് ധോണി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.